പള്ളുരുത്തിയിൽ വരാത്ത കലാകാരന്മാരില്ല, പള്ളുരുത്തിയിൽ വരാത്ത ആളുകളില്ല. അങ്ങനത്തെ ഒരു സ്വകാര്യ അഹങ്കാരവും കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ നാട്ടിൽ ജനിച്ചു വളരാൻ കഴിഞ്ഞത്, ഈ നാട്ടിൽ ഈ തട്ടകത്തിൽ കിടന്ന് പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ പേരിൻ്റെ കൂടെ സാജൻ പള്ളുരുത്തി എന്ന് ചേർത്ത് വെക്കുമ്പോൾ പള്ളുരുത്തി എവിടെയാണെന്ന് എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞാൻ സാജൻ പള്ളുരുത്തി എന്ന് പറഞ്ഞാലും എവിടെയാണ് വീടെന്ന് എന്നോട് ചോദിക്കുന്ന പോഴന്മാർ വരെയും ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ പോഴന്മാരോട് ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നെനിക്കറിയില്ല. പക്ഷെ എങ്കിലും പള്ളുരുത്തി ഒരു ചെറിയ സ്ഥലമല്ല, വലിയൊരു തട്ടകമാണ്. ഒരുപാട് ആളുകളുടെ പാദസ്പർശനമേറ്റ്, ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വിഹരിക്കുന്നവരുടെ പാദസ്പർശനമേറ്റ മണ്ണാണ് പള്ളുരുത്തി മണ്ണ്. ആ തട്ടകത്തിൽ നിങ്ങളുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന എറണാകുളം ജില്ലയുടെ ലെറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ഈ 3 ദിവസം നീണ്ടുക്കുന്ന 3 രാവുകൾക്ക് തുടക്കം കുറിക്കാൻ, അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട്, എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഇല്ലേ അതൊക്കെ തന്നെ ഉണ്ടാവട്ടെ. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ 8 മണിക്കത്തെ പരിപാടി 8 മണിക്ക് തന്നെ തുടങ്ങട്ടെ. നിങ്ങളോട് എളുപ്പം കലാകാരന്മാർ പോണതിന് മുമ്പ് തന്നെ നിങ്ങളോട് പോകാൻ അവർ പറയട്ടെ. നിങ്ങൾക്ക് അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് അത് വിട്ടേക്ക്, കുറച്ചും കൂടി പൈസ നിങ്ങളുടെ കയ്യിലേക്ക് ഇരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നലുകളും മാറ്റിമറിച്ചിലുകളൊക്കെ ഉണ്ടായിട്ട് സഹായിക്കുന്നവരുടെ, കഷ്ടപ്പാടുകൾ അറിയുന്നവരുടെ, അവരെയൊക്കെ പള്ളിക്കാരും അമ്പലക്കാരും ക്ലബ്ബുകാരും നല്ല യുവജനങ്ങളും ഒക്കെ വന്നിട്ട് പറയുകയാണ്, ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, ഞങ്ങളും കൂടി സഹായിക്കാം, നിങ്ങളവിടെ മാറി നിൽക്കുക, ഞങ്ങളൊക്കെ ചുമന്ന് വണ്ടിക്കകത്ത് കയറ്റാം എന്ന് പറയുന്ന നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുമ്പോൾ, ഇന്ന് തുടങ്ങി 27-ാം തീയതി സമാപിക്കുമ്പോൾ ആരോടെങ്കിലുമൊക്കെ പൈസ നിങ്ങൾ കടം മേടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ നാളായി പുറകെ നടന്നിട്ട് കിട്ടുന്നില്ല, സത്താർക്കടക്കമുള്ള ആളുകൾ കുറേ പൈസയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, വേണിച്ചേട്ടനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഒക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും. അതെല്ലാം ഈ ജില്ലാ സമ്മേളനം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടും. മറിച്ച് നിങ്ങൾ ആരോടെങ്കിലും വലിയ എമൗണ്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യം മറന്നുപോട്ടെ എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്